Hello friends, welcome back to our channel Kiddies Creative World. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എല്ലാ സ്കൂൾ കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, കുറേ കാലം ഓർത്ത് നിൽക്കാവുന്ന രീതിയിൽ എങ്ങനെ മറന്നു പോവാതെ ബയോളജി എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഒരു 6-7 ട്രിക്സ് ഞങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിന് മുൻപ് തന്നെ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ നമുക്ക് എങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെ തരണം ചെയ്യാം, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ പോയി കാണാം. അപ്പോൾ ബയോളജി പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സാവും, കാരണം പലപ്പോഴും ബയോളജിയുടെ ചില പാഠങ്ങളൊക്കെ ഞാൻ എക്സാമിൻ്റെ ഒരു തലേ ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമുക്ക് ബയോളജി വളരെ കുറച്ച് സമയം കൊണ്ട് പഠിക്കാനുള്ള ടിപ്പ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ചാപ്റ്റർ മൊത്തം ഒന്ന് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുന്നിൽ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഡയഗ്രാംസും എല്ലാം കൂടി നോക്കിയിട്ട് ടെക്സ്റ്റ് നല്ല രീതിയിലൊന്ന് പെട്ടെന്ന് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് വായിക്കുക. നമുക്ക് എക്സാമിൻ്റെ ഒരു പോർഷൻസ് തീർന്നില്ല എന്നുള്ള ടെൻഷൻ കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേഗം ഒക്കെ പഠിച്ചെടുത്തോളും. അപ്പോൾ നമ്മൾ അത് ഒറ്റ സ്ട്രെച്ചിൽ നമ്മളൊന്ന് മുഴുവനായിട്ട് വായിക്കുക, നല്ല മനസ്സിലാക്കി കോൺസെൻട്രേറ്റഡ് ആയിട്ട് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള ലെറ്റേഴ്സ് അസസ്, പിന്നെ മറ്റ് നമുക്ക് പല മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നെറ്റിൽ അടിച്ചാൽ കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ ലേബറിൻ്റെ അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട്. അതൊക്കെ നോക്കുക, അതിന് ഉത്തരങ്ങൾ നമ്മൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് ടെക്സ്റ്റിൽ ആ പോർഷൻ നമ്മൾ ഐഡൻറ്റിഫൈ നമ്മൾ നോക്കിയെടുക്കുക, ആ ചോദ്യത്തിന് ആൻസർ ടെക്സ്റ്റിൽ എവിടെയാണ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ആ ഭാഗവും അതിൻ്റെ മുൻപത്തെ പേജൊക്കെ നമ്മൾ ഒന്നുകൂടി വായിക്കുക. ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ ആ പോർഷൻസ് നമ്മളൊന്ന് വേഗം ഒന്ന് കണ്ണോടിക്കുക. അപ്പോൾ നമ്മൾ മൊത്തം 2 തവണ വായിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ 2 തവണ ഒക്കെ വായിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ സ്വയം ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയും അത് ആ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരയുമ്പോഴൊക്കെ നമ്മളത് പിന്നെ ആ ഓരോ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വേഗം പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ ബയോളജി പഠിക്കാറ്. അത് ഒന്നാമത്തെ ഒരു ട്രിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ നല്ലപോലെ വായിക്കുക, കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ വായിച്ചിട്ട് ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പിന്നെയും ഒന്ന് റീഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുക. നമ്മളെപ്പോഴും പഠിപ്പിക്കും തോറും നമുക്ക് കുറച്ച് ഒരുപാട് അറിവ് കൂടും അല്ലേ. നമ്മൾ അറിവെന്ന് വെച്ചാൽ പകരും തോറും വർദ്ധിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലും പഠിപ്പിക്കുന്ന രീതിയിൽ ഏത് സബ്ജക്റ്റ് ആയാലും അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ മൂന്നാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ ബയോളജിക്കൊക്കെ എപ്പോഴും മിക്കപ്പോഴും ഡയഗ്രാംസും പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നതിനൊപ്പം തന്നെ ഡയഗ്രാംസ് ഒപ്പം നോക്കുക, അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ ആദ്യം ഡയഗ്രാം നോക്കുക. ഇതിൻ്റെ രണ്ടിനും ഒപ്പം നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക ആരോസ് ഒക്കെ എങ്ങോട്ടാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ട്രിക്ക്. പിന്നെ നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഡ്സ് ഉപയോഗിച്ചിട്ട് പഠിക്കാം. എന്തെങ്കിലും പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിൽ തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. വൈറ്റ് ബ്ലഡ് സെൽസ്, അത് ഒരു 5 വൈറ്റ് ബ്ലഡ് സെൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസിനോഫിൽ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ 5 പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നിനൊക്കെ ഏകദേശം കുറച്ചൊക്കെ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ചിലതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ 5 ഉള്ളതുകൊണ്ട് പലപ്പോഴും കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ സ്വഭാവമായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. എന്നിട്ട് ഓരോ വൈറ്റ് ബ്ലഡ് സെല്ലും ഇന്ന ആളാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഓർത്ത് വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സാമിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതെ തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു ട്രിക്കാണ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. വൈറ്റ് ബ്ലഡ് സെൽസിന് മാത്രമല്ല, ഇതുപോലെ ഓരോ കാറ്റഗറിയും സെൽ ഓർഗനൽസ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ വൂണ്ടൊക്കെ മുറിവൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പാത്തജൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ വരുന്നൊരു ചേഞ്ചാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. മുറിവ് ഉണ്ടാകുമ്പോൾ നീര് വരിക. അപ്പോൾ നീര് വരുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത് നമുക്ക് മുറിവ് വരുമ്പോൾ അവിടെ ചില കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ആവുക, പിന്നെ എന്താ ഉണ്ടാവുക, ബ്ലഡ് ഫ്ലോ കൂടുക, അങ്ങനെ ഒരു രീതിയിലാണ് എന്തുണ്ടാവുന്നത്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ നീര് വരുന്നത്. ഇതുപോലെ ഓരോ ബയോളജിയിൽ ഓരോ പോർഷൻസ് നമുക്ക് പഠിക്കുമ്പോഴും നമ്മുടെ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണല്ലോ ഫുൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു മുറിവുണ്ടാവുന്നു, ഓക്കെ, അപ്പോൾ മുറിവുണ്ടായി, ഇനി അവിടെ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ആവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം.
പിന്നെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇന്ന അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസസ് ഇതൊക്കെയാണ്, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ബയോളജിയിലെ എല്ലാ പ്രോസസ്സുകളും നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് ഒന്ന് കണ്ണടിച്ച് ഇമാജിൻ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. ആറാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എപ്പോഴും പറയാറില്ലാണ് ബയോളജി പഠിക്കുമ്പോൾ അതിലെ ടേംസും വാക്കുകളൊക്കെ ഓർത്ത് വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാമെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം, ഒരു ടഫായിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറയാം. അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ഇതൊരു ഹോർമോണാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലെ അഡ്രിനൽ ഗ്ലാൻഡിലെ കോർട്ടെക്സ് റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക ഇങ്ങനെയാണ്: അഡ്രിനൽ ഗ്ലാൻഡ്, കോർട്ടിക്കോ കോർട്ടെക്സ് റീജിയൻ, ട്രോപ്പിക് ഇപ്പോൾ സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ട്രോപ്പിൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് അർത്ഥം. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡിലെ കോർട്ടെക്സ് റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വളരെ ടഫായിട്ടുള്ള വേർഡ് ആണെങ്കിൽ പോലും നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വളരെ ബുദ്ധിമുട്ടുള്ള ടേംസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ മീനിങ് എന്താണെന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് പല മാർഗ്ഗങ്ങളും നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് മീനിങ് കിട്ടും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേർഡ്സും ടേംസും ഒക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ലൈഫിലോ നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. പിന്നെ ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോളജിയിൽ എപ്പോഴും ഇപ്പോൾ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിനെ കുറച്ച് ട്രിക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ടെക്സ്റ്റിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ വളരെ തറമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ നമ്മൾ ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ മേൽ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ സബ്ജക്ട്സും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ട്രിക്ക്. അത് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. എന്താ പറയുക, അങ്ങനെ ഒരു പോർഷൻസും വിടാതെ അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിലും വെറുതെ ഒന്ന് വായിച്ചിട്ടെങ്കിലും നിങ്ങൾ അങ്ങനെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക. മുൻപത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം കിട്ടുന്ന റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതുപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബയോളജിയിലാണ് എല്ലാ സബ്ജക്ട്സിലും തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് വിജയിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയും പല സബ്ജക്ട്സും ഓരോ സബ്ജക്ട്സിനെ പ്രത്യേകമായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.